ഹായ്, എൻ്റെ പേര് ഹരിദാസൻ. പട്ടാമ്പിയാണ് വീട്. എങ്ങനെയുണ്ട് എൻ്റെ സെൽഫ് ഇൻട്രോ? പണ്ടൊരിക്കൽ വിനീത് ശ്രീനിവാസൻ ഫിലിമിൻ്റെ കാസ്റ്റിംഗ് കോൾ കണ്ടപ്പോൾ അയക്കാനായി എടുത്തതാ. നല്ല മൊയന്തായിട്ടില്ലേ? എന്തായാലും വീണ്ടും ഒരു സെൽഫ് ഇൻട്രോ വീഡിയോ എടുക്കാനുള്ള പണി കുറഞ്ഞു. ഇതാണ് എൻ്റെ വണ്ടി, ഹോണ്ട BS4. ഞാനിവനിട്ട ഓമനപ്പേരെന്താണെന്നറിയോ? ചിദംബരം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞങ്ങൾ രണ്ടാളും പട്ടാമ്പിക്കാരാണെങ്കിലും ഞാൻ ചിദംബരത്തിനോട് അരമുറി തമിഴാ പറയാറ്. സത്യത്തിൽ എനിക്ക് ഇവനോട് എല്ലായിരുന്നു ഇഷ്ടം. നല്ല മഞ്ഞച്ച് തൊടുത്ത വെസ്പയോടായിരുന്നു. പക്ഷേ വെസ്പയെ സ്വന്താക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെയാണ് നല്ല മഞ്ഞച്ച് തൊടുത്ത ഇവനെ ഞാൻ സ്വന്താക്കിയത്. ക്രഷിൻ്റെ കാര്യം ഇവൻ അറിഞ്ഞിട്ടാണോന്നറിയില്ല, ഇവൻ എന്നോട് ഒട്ടും ഫ്രണ്ട്ലി അല്ലായിരുന്നു. എന്നാലോ നന്ദുവിൻ്റെ അടുത്ത് നല്ല കട്ട കമ്പനി. നന്ദുവും ചിദംബരവും നല്ല കൂട്ടാ. അവരൊന്നിച്ച് എല്ലായിടത്തും പോകും. ഇടയ്ക്കൊക്കെ ഞാനും പിന്നാലെ പോവാറുണ്ട്. നന്ദു പോയ പിന്നെ ഇവൻ വല്ലാണ്ട് അങ്ങ് ഒറ്റപ്പെട്ടു. പാവം, ഇപ്പം ഞാനല്ലേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ടിപ്പോൾ എന്നോട് കുറച്ചൊക്കെ കമ്പനിക്ക് വരുന്നുണ്ട്. ഞാൻ കുളിച്ചില്ലേലും ചിദംബരം കുളിക്കണം. കാരണം അവനല്ലേ വീടിൻ്റെ മുന്നിൽ ഐശ്വര്യമായി നിൽക്കുന്നത്. ഇവൻ എന്നോടുള്ള അടുപ്പം കുറയാൻ അമ്മയും കാരണമാണ്. എന്താണെന്നറിയോ? ഞാൻ വണ്ടി ഓടിക്കാൻ നിൽക്കുമ്പോഴൊക്കെ ഓടിക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് അമ്മമാർ പറയണമെന്നും എപ്പോഴും അനുസരിക്കാൻ നിൽക്കരുതെന്ന എൻ്റെ അഭിപ്രായം. എനിക്ക് വെറുതെ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ആരെങ്കിലും കാണുമ്പോഴൊക്കെ മൈൻഡ് വോയിസ് വന്നുകൊണ്ടിരിക്കും. പക്ഷെ ആരോടെങ്കിലും ഡയറക്റ്റ് സംസാരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലോ എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്നൊരു സിനിമയില്ലേ, ആ സിനിമ ഞാൻ ഇപ്പം അടുത്ത് കണ്ടു. അതിലെ കുഞ്ഞാത്തോലി യക്ഷിയില്ലേ, പുള്ളിക്കാരിയെ പോലൊരു യക്ഷിയൊക്കെ കിട്ടിയായിരുന്നു വെച്ചാൽ കുറച്ച് നേരം ഇന്ന് സംസാരിക്കായിരുന്നു തോന്നി എനിക്ക്. കാരണം മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോഴേ എനിക്ക് അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നാറുള്ളൂ. എൻ്റെ ചിദംബരത്തെ നോക്ക്, സുന്ദരനായിട്ടില്ലേ? ഇത് ഞാൻ 5-6 വർഷമായി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയാണ്. അതിടയ്ക്ക് വന്നെടുത്ത് തുറന്നു നോക്കിയാൽ വല്ലാത്തൊരു രൂക്ഷഗന്ധം വരും. അതിങ്ങനെ ആസ്വദിച്ച് നിർവൃതിയടയും. അത് കഴിഞ്ഞ് ഫ്രിഡ്ജ് വെറുതെ അടച്ചു തുറക്കും. വെറുതെ രസം. പിന്നെ കുറേ നേരം കിടന്നുറങ്ങും. ഇതൊക്കെയാണ് മെയിൻ പരിപാടി. ഉറങ്ങാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. പക്ഷെ ഈ ഉറക്കം ആർട്ടിഫിഷ്യലാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഉറക്കം. ഞാനും അമ്മയും ചിദംബരവും കൂടി ഒന്ന് പുറത്തു പോവാണ്, അരിയും മുളകൊക്കെ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അരി പൊടിപ്പിക്കുമ്പോഴുള്ള ആ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് പുറത്തുപോയി മീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ നിന്ന് മീനൊക്കെ വെട്ടുന്നത് കണ്ട് കുറച്ച് മീനൊക്കെ വാങ്ങി പോന്നു. പിന്നെ കുറച്ച് നേരം അവരുടെ വർത്താനവും കേട്ടുന്നു. കുഞ്ഞാവ് ഇടയ്ക്ക് പറയും മീൻ നന്നാക്കണ കാണാൻ നല്ല രസമാണെന്ന്. ഇതിലെന്താ ഇപ്പം ഇത്ര രസം? ആഹാ, തേടിയ വള്ളി കാലിച്ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇതാ നിൽക്കണു ഐസ്ക്രീംകാരൻ. അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചപ്പോൾ നിർവൃതി എന്ന് പറഞ്ഞാൽ നിർവൃതിയായിരുന്നു. അല്ലെങ്കിൽ ഈ കട്ട വെയിലത്ത് ഒരു ഐസ്ക്രീമൊക്കെ തിന്നാൻ ആർക്കാ തോന്നാത്തത്? അല്ല പിന്നെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഗൈസ്. ഇജാതി വണ്ടി കണ്ട എനിക്ക് അപ്പം പ്രാന്ത് വരും. ഇതാ ഈ കാണുന്ന പാലത്തിൻ്റെ പേരാണ് കോഴിക്കാട്ടിരി പാലം. നമ്മുടെ കൊയ്ക്കാട്ടിരി പാലം. ഇതും കഴിഞ്ഞ് ദുബായ് പടി കഴിഞ്ഞാൽ ഒരു ചെറിയ തിരിവ് കഴിഞ്ഞാൽ തിരുമുട്ടിക്കോടായി. അപ്പം ശരി ഗൈസ്, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ.